നാളെ അവതരിപ്പിക്കുന്ന വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച മലയോരം. ധാന്യവിളകളുടെ പുനരുദ്ധാരണത്തിന് കൈത്താങ്ങാവുന്ന ബജറ്റാവും നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുക എന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ കൃഷികൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വളം, കീടനാശിനി എന്നിവയുടെ വില വർധനവിലും ആശ്വാസമുണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പ്രഖ്യാപിച്ച പല ആശ്വാസ പദ്ധതികളും ഇനിയും നടപ്പാക്കിയിട്ടില്ല. ഏലം, കുരുമുളക് ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്ക് വിലസ്ഥിരതയില്ലാത്തതും വലിയ പ്രതിസന്ധിയായാണ് കർഷകർ കാണുന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഗവൺമെന്റ് ആദ്യ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇടുക്കി ജില്ലയെ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് ഉടുമ്പൻചോല താലൂക്കിനെ സംബന്ധിക്കുകയാണെങ്കിൽ ചെറുകിട ഇടത്തരം കർഷകര് ഉപജീവനമാർഗം കൊടി, കാപ്പി മുതലായ കൃഷിയിൽ ഉപജീവനമാർഗം നടക്കുന്ന കർഷകർക്ക് പുതിയ ആനുകൂല്യങ്ങൾ നൽകണം. ഏറ്റവും വിലയില്ലാതെ ഇരിക്കുന്നത് കുരുമുളക് കൃഷിക്കാണ്. അവർക്കൊരു പ്രത്യേക പാക്കേജ് അനുവദിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി നെടുങ്കണ്ടത്തുള്ളത്, ആ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ആശുപത്രിയുടെ നിർമ്മാണ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും മുൻകൈയെടുക്കും. ഇതിനോടൊപ്പം വളം, കീടനാശിനികൾക്കുള്ള വിലവർദ്ധനവ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയിൽ ഗവൺമെന്റ് ഇടപെടുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടുത്തെ കർഷകർ നോക്കിക്കാണുന്നത്. നമുക്ക് നാണ്യവിളകളുടെ വിലസ്ഥിരത ഉറപ്പുവരുത്തുകയും കൂടാതെ രാസവളങ്ങൾക്കും മറ്റുള്ള വളങ്ങൾക്കും സബ്സിഡി ഏർപ്പെടുത്തിക്കൊണ്ട് കർഷകരെ വളരെ സംരക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ബഡ്ജറ്റിനെ ഇവിടുത്തെ കർഷകർ നോക്കിക്കാണുന്നത്. കർഷകർ ഏവരും ഉറ്റുനോക്കുന്ന ഇടുക്കി പാക്കേജ് ഉൾപ്പെടെയുള്ളവ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയും ജനങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇടുക്കിയിൽ നിന്നും ഒരു മന്ത്രിയില്ല എന്നുള്ളതും ആശങ്കയായി കാണുന്നവരുണ്ട്. ഇടുക്കി ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഏലകർഷകരാണുള്ളത്. ഏലകർഷകർ നേരിടുന്ന ഒരു വൻ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, കൃഷിയിലുണ്ടായിരിക്കുന്ന മറ്റ് കീടങ്ങൾ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഇടുക്കി പാക്കേജ് കർഷകർക്ക് വേണ്ടി നടപ്പാക്കണമെന്നാണ് പറയാനുള്ളത്. മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചെങ്കിലും അത് നമുക്ക് ജനങ്ങളിൽ എത്താൻ സാധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. പുതിയ ഗവൺമെന്റിൽ കൂടുതൽ പ്രതീക്ഷ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇടുക്കിയെ ഒരു മന്ത്രിയില്ല എന്നുള്ളത് വലിയൊരു കുറവ് തന്നെയാണ്. അത് മുൻകാലങ്ങളിൽ നമുക്ക് അനുഭവമാണ്. ഒരു മന്ത്രി ഉണ്ടായപ്പോൾ അതായത് അതിൻ്റെതായ വികസന പദ്ധതികൾ ഉണ്ടായി. ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇടുക്കിയിലെ മന്ത്രി എന്നുള്ള കുറവ് വഹിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് ഇടുക്കി ജനങ്ങളെ പ്രതീക്ഷിക്കുന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇടുക്കിയും വലിയ പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.